നൽകുന്നത്. 49 നവംബർ 26 അംഗീകാരം ലഭിച്ച ഭരണഘടനയ്ക്ക് പ്രാബല്യമുണ്ടാവുന്ന 1950 ജനുവരി 26 ആ ഭരണഘടനയുടെ നിയമനിർമ്മാണ സഭ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിരന്തരമായി ചേർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വാതന്ത്ര്യാനന്തരവും 47 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടുമ്പോഴും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഇന്ത്യയുടെ ഭരണഘടന സംബന്ധിച്ച് ചർച്ച നടക്കുമ്പോൾ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടിയ ഓഗസ്റ്റ് മാസം 27 തീയതി 47 ഓഗസ്റ്റ് മാസം 27 തീയതിയിലെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഒരു ഡിബേറ്റിൽ, ഒരു ചർച്ചയിൽ പഴയ മദ്രാശി സംസ്ഥാനത്ത് നിന്നുള്ള മുനിസ്വാമി പിള്ളയും നാഗപ്പയും എന്ന പേരുള്ള 2 വ്യക്തികൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ, നമുക്കറിയാം നമ്മുടെ മഹാനായ ആർ ശങ്കരടക്കം ദാക്ഷായണി വേലായുധനടക്കം നിരവധി ആളുകൾ അതിൽ അംഗമായിരുന്നു. ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ മദ്രാശിയിൽ നിന്നുള്ള മുനിസ്വാമി പിള്ളയും നാഗപ്പയും പറഞ്ഞത് രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രമാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ്സ് നോക്കിയാൽ അറിയാം. അവർ പറഞ്ഞു, ഞങ്ങൾ എത്ര ഇന്നസെന്റ് ആയിരുന്നാലും, ഞങ്ങൾ എത്ര ഇല്ലിറ്ററേറ്റ് ആയിരുന്നാലും, ഞങ്ങൾ വിദ്യയില്ലാത്തവരായാലും, ഞങ്ങൾക്ക് വിദ്യാഭ്യാസമില്ലാത്തവരായാലും, ഞങ്ങൾ എത്ര നിരപരാധികളായിരുന്നാലും ഞങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യവും പങ്കാളിത്തവും ഭരണത്തിന്റെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ഉറപ്പാക്കുന്നതിനുള്ള വ്യവസ്ഥ ഈ ഭരണഘടനയിൽ രേഖപ്പെടുത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് വിവരമില്ല എന്നും, ഞങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല എന്നും, ഞങ്ങൾക്ക് സംസ്കാരമില്ല എന്നും പറഞ്ഞ് നിങ്ങൾ ഞങ്ങളുടെ അർഹതപ്പെട്ട ഞങ്ങളുടെ ഡ്യൂ ഷെയർ അർഹമായ പങ്ക്, ഞങ്ങൾക്ക് മറ്റാരുടെയും അരക്കണഞ്ച് പോലും വേണ്ട, ഒരു തലമുടിനാരിക പോലും മറ്റുള്ളവരുടേത് വേണ്ട, പക്ഷേ ഞങ്ങൾക്ക് അർഹമായ ഞങ്ങളുടെ ഡ്യൂ ഷെയർ ഞങ്ങൾക്ക് കിട്ടണമെന്ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ശ്രീ നാഗപ്പയും ശ്രീ മുനിസ്വാമി പിള്ളയും പറഞ്ഞതും രേഖപ്പെടുത്തിയതും നമ്മുടെ ഓർമ്മയിലുണ്ടാവണം. അതാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 16(4) വന്നത്. ആ ഭരണഘടനയുടെ 16(4) രൂപം കൊടുക്കുന്നതിന് മഹാനായ ഡോക്ടർ അംബേദ്കർ പ്രേരിപ്പിച്ച മറ്റൊരു ഘടകമുണ്ട്. അത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിനെ കുറിച്ചും ബ്രിട്ടീഷുകാർ അധികാര കൈമാറ്റം നടത്തുന്നതിനെ സംബന്ധിച്ചുമുള്ള ചർച്ച വട്ടമേശ സമ്മേളനങ്ങളിൽ നടന്നു. റൗണ്ട് ടേബിൾ കോൺഫറൻസിലെ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് ഇന്ത്യയിലെ അധസ്ഥിത വിഭാഗങ്ങളുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ പ്രതിനിധിയായി മഹാനായ ഡോക്ടർ BR അംബേദ്കർ പങ്കെടുത്തു. കോൺഗ്രസിന്റെയും അഥവാ മഹാത്മാഗാന്ധിയുടെയും സാന്നിധ്യം ആദ്യ കോൺഫറൻസിൽ ഉണ്ടായില്ല. 30കളിൽ നടന്ന നിയമലംഘനവും നിയമവിരുദ്ധ സിവിൽ ഡിസബോഡിയൻസ് മൂവ്മെന്റിന്റെയും ഒക്കെ ഭാഗമായി അവരതിനെ ബഹിഷ്കരിച്ചെങ്കിലും 2ാമത് സമ്മേളനത്തിൽ ഗാന്ധി പങ്കെടുത്തു. ഗാന്ധി പറഞ്ഞു, ഞാൻ ഇന്ത്യക്കാർക്ക് വേണ്ടി ഹാജരായിരിക്കുന്നു. ഈ രാജ്യത്ത് ഒരു റെസ്പോൺസിബിൾ ഗവൺമെന്റ് വേണം, ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാവണമെന്നാണ് മഹാത്മാഗാന്ധി ആവശ്യപ്പെട്ടത്. മഹാനായ ഡോക്ടർ അംബേദ്കർ പറഞ്ഞു, ഒരു റെസ്പോൺസിബിൾ ഗവൺമെന്റ്, ഉത്തരവാദിത്വമുള്ള ഗവൺമെന്റിനെ ഞാൻ പിന്തുണയ്ക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഞാൻ ഒന്നുകൂടി ആവശ്യപ്പെടുന്നു, ഇത് ഉത്തരവാദിത്വമുള്ള ഗവൺമെന്റിന്റെ ആണെങ്കിലും ഒപ്പം അത് പ്രാതിനിധ്യമുള്ള ഗവൺമെന്റ് കൂടി ആയിരിക്കണം, റെപ്രസെന്റേറ്റീവ് റെസ്പോൺസിബിൾ ഗവൺമെന്റ് ആയിരിക്കണമെന്ന്, ഈ രാജ്യത്തിന്റെ മുഴുവൻ ജനങ്ങളുടെയും പങ്കാളിത്തം ഉണ്ടാവേണ്ടതാണ് എന്ന് മഹാനായ ഡോക്ടർ BR അംബേദ്കർ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടു. അതിന്റെ പിന്തുടർച്ചയായിട്ടാണ് റെസ്പോൺസിബിൾ റെപ്രസെന്റേറ്റീവ് ഗവൺമെന്റിന്റെ ഭാഗം ഉണ്ടാവണമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആർട്ടിക്കിൾ 16(4) ഉണ്ടായത്. മഹാനായ ഡോക്ടർ അംബേദ്കർ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ആവശ്യപ്പെട്ടത് അധസ്ഥിത വിഭാഗങ്ങൾക്ക്, പിന്നോക്ക സമുദായങ്ങൾക്ക് പ്രാതിനിധ്യം ഉണ്ടാവണമെന്നല്ല. അദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ ഭരണ സംവിധാനം ഉണ്ടാവുമ്പോൾ ലെജിസ്ലേച്ചറിലും മറ്റും നിയമനിർമ്മാണ സഭകളിലേക്കുള്ള പ്രാതിനിധ്യത്തെക്കുറിച്ച് അദ്ദേഹം കമ്മ്യൂണൽ അവാർഡ് സമ്പാദിച്ചതാണ്. കമ്മ്യൂണൽ അവാർഡ് മഹാത്മാഗാന്ധിയുടെ തന്നെ ജീവൻ മരണ സമരത്തെ തുടർന്ന് പൂന പാക്റ്റിലൂടെ അത് റദ്ദാക്കപ്പെട്ടു. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആ പ്രാതിനിധ്യം
ഡോക്ടർ അംബേദ്കർ ഉറപ്പുവാങ്ങി. പൂന പാക്റ്റിലൂടെ പട്ടിക വിഭാഗങ്ങൾ, അധസ്ഥിത വിഭാഗങ്ങൾക്കുള്ള സീറ്റുകൾ മാറ്റിവെക്കുവാൻ തീരുമാനമായി. അത് 10 വർഷത്തേക്കായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തു. 10 വർഷത്തിനുള്ളിൽ ഈ ജനത അധികാരത്തിന്റെ സമസ്ത മേഖലകളിലും എത്തിക്കഴിഞ്ഞാൽ അവർ കരുത്തരായി മാറും, അവർക്ക് പ്രാതിനിധ്യം കിട്ടുമെന്ന് പറഞ്ഞാണ് അന്ന് ആ വ്യവസ്ഥ ഉറപ്പാക്കിയത്. ആ 10 കൊല്ലം 7 പതിറ്റാണ്ടായിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ വ്യവസ്ഥ മൂലം ലഭിക്കുന്നതല്ലാതെ ഒരു സീറ്റും കിട്ടുന്നില്ല. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഡോക്ടർ അംബേദ്കർ ആ കോൺഫറൻസിൽ പറഞ്ഞ ഒരു കാര്യം, ഉദ്യോഗ തലത്തിലുള്ള നിയമനങ്ങളും മറ്റ് ഭരണ സംവിധാനങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെന്റുകളും നടക്കുമ്പോൾ അത് നീതിപൂർവമായിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഒരു സംവിധാനം ഉണ്ടാവണം. ആ സംവിധാനം കൃത്യമായി റെഗുലേറ്റ് ചെയ്യപ്പെടണം. എങ്ങനെ റെഗുലേറ്റ് ചെയ്യണം? ടു റെഗുലേറ്റ് ഓൾ റിക്രൂട്ട്മെന്റ്സ് ടു എൻഷുർ ഡ്യൂ ആൻഡ് ആഡിക്വേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ്. എല്ലാ സമുദായങ്ങളുടെയും, ബ്രാഹ്മണനാവാം, ക്ഷത്രിയനാവാം, വൈശ്യനാവാം, വിശ്വകർമ്മനാവാം, ഈഴവനാവാം, പുലയനാവാം, പറയനാവാം, എല്ലാ സമുദായങ്ങളുടെയും ഡ്യൂ ആൻഡ് ആഡിക്വേറ്റ് റെപ്രസെന്റേഷൻ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം നിങ്ങൾ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അധികമൊന്നും വേണ്ട, ജനസംഖ്യാനുപാതികമായി അർഹതപ്പെട്ട പങ്ക്, ഡ്യൂ ആൻഡ് ആഡിക്വേറ്റ് റെപ്രസെന്റേഷൻ ഉണ്ടാവണമെന്നാണ് മഹാനായ ഡോക്ടർ അംബേദ്കർ ആവശ്യപ്പെട്ടത്. ആ പ്രാതിനിധ്യ വ്യവസ്ഥയാണ് സ്വാതന്ത്ര്യം നേടി 7 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ലംഘിക്കപ്പെടുന്നതെന്നും ആ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് സംവരണമെന്നും ആ സംവരണത്തെ മ്ലേച്ഛമായും മോശമായും യോഗ്യതയില്ലാത്തവർക്ക്, അർഹതയില്ലാത്തവർക്ക് നൽകുന്ന എന്തോ ഒന്നാണെന്ന് നിരന്തരമായ പ്രചരണത്തിലൂടെ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുമുള്ള ഒരു കൗശലം വളർന്നെടുത്ത് അതിവിടെ ഇപ്പൊ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കുന്നുണ്ട്. ഞാൻ 1 മണിക്ക് മുമ്പ് തന്നെ നിർത്തും. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാവുമെന്ന് എനിക്കറിയാം. അത്യാവശ്യമുള്ള ആളുകൾക്ക് എഴുന്നേറ്റ് പോവുകയും വരികയൊക്കെ ചെയ്യാം. 12:27 12:45 തന്നെ അവസാനിപ്പിക്കും. ഞാൻ അതിനപ്പുറത്തേക്ക് പോകത്തില്ല. കാരണം 1 മണിക്ക് ഭക്ഷണം പറഞ്ഞിട്ടുണ്ട്. 1 മണിക്ക് ഉച്ചഭക്ഷണം, 1 മണിക്ക് പ്രശ്നോത്തരിയാണ്. അല്ല, 1:30 12:45 ഞാൻ ഉച്ച നേരത്തെ വെയിലും ചൂടും ഒക്കെ ആവുമ്പോൾ ഞാനൊക്കെ വായിച്ചു പഠിച്ചിട്ടുള്ളതാണ് പ്രൈമറി ക്ലാസ്സുകളിൽ. ഇപ്പൊ അതൊന്നും പഠിപ്പിക്കുന്നില്ല. ഒരച്ഛനും മകനും കൂടി നടന്ന് തന്റെ കുഗ്രാമത്തിൽ നിന്നും ചന്തയിൽ ചെന്ന് ഒരു കൊച്ചു പശുക്കുട്ടിയെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. യാത്ര ചെയ്യണം മൈലുകളോളം, മണിക്കൂറുകളോളം. വെളുപ്പാങ്കാലത്ത് ചെന്നാൽ അതിനെ വാങ്ങിച്ചുകൊണ്ട് നടന്ന് ഉച്ചയ്ക്ക്, അന്ന് ഇത്രയേറെ വെയിലൊന്നുമില്ല, കാരണം മരവും മരച്ചോലകളും ഒക്കെ ഉള്ളത് കൊണ്ട് വനത്തിലൂടെ നടന്നു പോവുകയാണ്. ഈ പശുക്കുട്ടിയെ കൊണ്ട് പോകുന്നത് കണ്ട 3 കള്ളന്മാർ തീരുമാനിച്ച് ഇവനെ അടിച്ചു മാറ്റണമല്ലോ എന്ന്. അതിനവർ ഒരു പദ്ധതി തയ്യാറാക്കി. ഇയാൾ നടന്നു വരുന്ന വഴിയുടെ ആദ്യത്തെ ഒരു വളഞ്ചെരുവിൽ, മലഞ്ചെരുവിൽ ഒരു വളവിൽ ആദ്യത്തെ കള്ളൻ നിന്നു. അവൻ ഈ അച്ഛനോടും മകനോടും ഇങ്ങനെ ചോദിച്ചു, ഈ വെളുപ്പാങ്കാലത്ത് ഈ അച്ഛനും മകനും കൂടെ ഈ കഴുതയെ തല്ലിക്കൊണ്ട് എവിടെ പോവാണെന്ന് ചോദിച്ചു. ഈ കഴുതയെ തല്ലിക്കൊണ്ട് പോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഈ കൊച്ചിനൊരു സംശയം. കൊച്ചച്ഛനെ നോക്കി, പശുക്കുട്ടിയെ നോക്കി, ഗവനിച്ചില്ല, നടന്നങ്ങ് പോയി. കുറച്ചു ദൂരം കൂടെ കഴിഞ്ഞപ്പോൾ 2ാമത്തെ വളവങ്ങ് ചെന്നപ്പം അടുത്ത കള്ളൻ ചോദിച്ചു, എന്റെ പൊന്നു മനുഷ്യനെ, നിങ്ങൾ നടന്നു മടുത്ത് ഈ കഴുത ഇങ്ങനെ തല്ലിക്കൊണ്ട് പോകേണ്ട കാര്യമല്ലോ. ചുരുങ്ങിയ പക്ഷെ ആ കൊച്ചിനെയെങ്കിലും ആ കഴുതയുടെ പുറത്ത് കയറ്റിയിരുത്ത്, ആ കുഞ്ഞെങ്കിലും നടക്കാതിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ അച്ഛൻ കുഞ്ഞിനെ നോക്കി. ആദ്യം കുഞ്ഞച്ഛനെയാണ് നോക്കിയത്. എന്നിട്ട് ഈ കിടാവിനെ നോക്കി. പുള്ളിക്കൊരു സംശയം, ഇത് പശുവാണോ, പശുക്കുട്ടിയാണോ, കഴുതയാണോ എന്ന്. എന്നാലും പോട്ടെന്ന് വിചാരിച്ച് പിന്നെ അടിച്ചു കൊണ്ടുപോയി. വീടിനടുത്ത് നിന്നതിന് ഏതാണ്ട് 1 മണിക്കൂറിന് പിന്നെ സമയം ഉണ്ടെങ്കിലും അടുത്ത വളവിലും മലഞ്ചെരുവിലെത്തിയപ്പോൾ അടുത്ത് നിന്ന് ഒരാൾക്കാർ ചോദിച്ചു, എടവ് നീ ഈ കഴുതയെ കഴിഞ്ഞും വലിയ കഴുതയാണ്, എന്നാൽ പിന്നെ നീ ആ കഴുത എടുത്ത് തോളെ വെച്ചോണ്ട് പോകാൻ പറഞ്ഞു. അവന്റെ വർത്തമാനം കുറെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കൊച്ചും അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഈ കഴുതയെ കൊണ്ട് പോകേണ്ട കാര്യം വല്ലോണ്ടോന്ന്. ഈ അച്ഛനെ 2 തവണ നോക്കിയിട്ട് ഒരു വടി എടുത്ത് 2 അടി ഇതിന്റെ പുറത്ത് കൊടുത്ത് ചോദിച്ചു, ചവിട്ട് തള്ളി അതിന്റെ തോട്ടിലേക്ക് ഇട്ടു. 2 പേരോട് നടന്നുപോയി. ഈ പശുക്കുട്ടിയെ തല്ലിക്കളഞ്ഞ ഉപേക്ഷിച്ച കൗശലമാണ് കഴിഞ്ഞ 7 പതിറ്റാണ്ടായി അധികാരവും പദവിയും അനർഹമായി അനുഭവിച്ച് അതിൽ അമർന്നിരുന്ന ആളുകൾ
സംവരണം മോശമാണ്, സംവരണം മെറിറ്റില്ലാത്തവർക്കാണ്, സംശയം ഏതാണ്ട് കഴിവില്ലാത്തവർക്ക് കൊടുക്കുന്നതാണെന്ന് പറയുമ്പോൾ നമ്മളും കേട്ടേച്ചും ഞാനൊന്നും മെറിറ്റിലല്ലേ, എനിക്ക് മെറിറ്റൊന്നും വേണ്ട, ഞാൻ സംവരണമൊന്നും വേണ്ട, ഞാൻ നല്ല മെറിറ്റിലല്ലേ എൻ്റെ കൊച്ചിന് ഇപ്പോൾ MBBS-നും IIT-ലും ഒക്കെ അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞ് നടക്കുന്നവർ ചിന്തിക്കുക. അതിൽ കഴിവുകേടിൻ്റെ ഒന്നും ഒരു പ്രശ്നമില്ല, കഴിവുള്ളവർ തന്നെയാണ് എല്ലാവരും. കേരളത്തിലെ സ്വാശ്രയ മെഡിക്കൽ കോളേജ് വരുന്നതിന് മുമ്പ് 900 പേർക്ക് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ അവസരം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 9,000 19,000 ഒക്കെ ആയി. അന്നത്തെ റാങ്ക് ലിസ്റ്റ് താഴെയുള്ളവരൊക്കെ ഇപ്പോൾ മെഡിസിൻ അഡ്മിഷൻ വാങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിവുകേടിനെ കുറിച്ച് കാര്യം പറയേണ്ടതില്ല. അപ്പോൾ ഈ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള വ്യവസ്ഥ എങ്ങനെയൊക്കെയാണ് ചതിക്കപ്പെട്ടതും വഞ്ചിക്കപ്പെട്ടതും എന്നുള്ളത് കൂടി പറഞ്ഞിട്ട് 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുക. അതൊരു ചെറിയ ചരിത്ര വസ്തുതയാണ്. ഈ പിന്നോക്ക സമുദായങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് സാമുദായിക സംവരണമല്ല. യഥാർത്ഥത്തിൽ ഞാനുമൊക്കെ ദീർഘകാലമായി സാമുദായിക സംവരണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഏത് അയിത്ത ജാതിക്കാരായിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്നതാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഇപ്പോൾ സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന ഏത് ജനവിഭാഗവും ഈ പ്രാതിനിധ്യം നിഷേധിക്കപ്പെട്ട ആളുകൾക്കൊക്കെ ഇത് ഉറപ്പാക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ്. ഈ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾ ആരൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് ഇപ്പം നമ്മൾ ഈഴവ സമുദായം OBC ആണോ എന്ന് സംശയമുള്ള ആളുകൾ ധാരാളമുണ്ട്. ഈഴവ സമുദായം OBC ആണോ എന്ന് ചോദിച്ചാൽ അതർ ബാക്ക്വേർഡ് ക്ലാസസ്, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് എന്നൊക്കെയാണ് ഈ OBCയുടെ അർത്ഥം. അതർ ബാക്ക്വേർഡ് ക്ലാസസ്. നിങ്ങളുടെ മക്കൾക്ക് എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടി, നീറ്റിന് വേണ്ടി, കീമിന് വേണ്ടി അപേക്ഷ കൊടുക്കാൻ നേരം, അല്ലെങ്കിൽ ഡിഗ്രിക്ക് വേണ്ടി, +2വിന് വേണ്ടി അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്നത് SEBC എന്നൊരു പദമായിരിക്കും കേരളത്തിൽ. അപ്പം നിങ്ങൾ SCBC ആണോ എന്നുള്ള സംശയം തോന്നും. ആ 2 സംശയങ്ങൾക്കുള്ള മറുപടിയെങ്കിലും നിങ്ങൾ ഓർമ്മയിലിരിക്കുക. സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് എന്ന വിഭാഗത്തിലാണ് ഈഴവരും വിശ്വകർമ്മരും മുസ്ലിങ്ങളും ലത്തീൻ കത്തോലിക്കരും അടക്കമുള്ള ഈ OBC എന്ന് പറയുന്ന വിഭാഗം തന്നെയാണ് SCBCയും. പക്ഷെ ആർട്ടിക്കിൾ 15(5) പറയുന്നത്, 4 പറയുന്നതും സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നവരെന്നാണ്. ആർട്ടിക്കിൾ 16(4) പറയുന്നത് ബാക്ക്വേർഡ് ക്ലാസസ് എന്ന് മാത്രമാണ്. അവിടെ പട്ടികജാതി എന്നോ പോലും പറയുന്നില്ല. പക്ഷെ പട്ടികജാതി, പട്ടികവർഗം എന്നുള്ള വിഭാഗങ്ങളെ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തി ഭരണഘടനയുടെ അനുബന്ധമായി ചേർത്ത് ഷെഡ്യൂളിൽ ഉള്ളത് കൊണ്ട് ബാക്ക്വേർഡ് ക്ലാസസിലെ പട്ടികയുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ആളുകൾ കഴിഞ്ഞുള്ള ആളുകളാണ് OBC. അങ്ങനെയാണ് ഈ അതർ ബാക്ക്വേർഡ് ക്ലാസ് വന്നത്. ആ OBC പട്ടികയിലുള്ളവരാണ് ഈഴവരും വിശ്വകർമ്മരും ധീവരരും അടക്കമുള്ള എല്ലാ ആളുകളും. സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് എന്നുള്ള SCBCയും. ഈ വിഭാഗങ്ങൾ ആരൊക്കെ ആയിരിക്കണം എന്നത് കണ്ടുപിടിക്കുന്നതിന് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 340 ഒരു വ്യവസ്ഥ എഴുതി ചേർത്തു. ഇന്ത്യൻ ഭരണഘടനയുടെ 16(4) പറയുന്ന പിന്നോക്ക വിഭാഗങ്ങളെന്നും 15 പറയുന്ന സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നവരും ആരാണെന്നും അവരെ എങ്ങനെ കണ്ടുപിടിക്കണമെന്നുള്ളതിനെക്കുറിച്ചും പഠനവും അന്വേഷണവും ഗവേഷണവും നടത്തിയ ഒരു ശുപാർശ സർക്കാരിന് സമർപ്പിച്ചിട്ട് അതിന്മേൽ തീരുമാനമെടുക്കണം എന്നാണ് വ്യവസ്ഥ. അങ്ങനെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 340 പ്രകാരം ഒരു കമ്മീഷനെ 1953 നിയമിച്ചു. കാക്ക കലേൽക്കർ എന്നാണ് ആ കമ്മീഷൻ ചെയർമാന്റെ പേര്. 53 നിയമിച്ച കമ്മീഷൻ 1955 റിപ്പോർട്ട് കൊടുത്തു. 1955 റിപ്പോർട്ട് കൊടുത്തിട്ട് അതിന്മേൽ ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചില്ല. അതിന്റെ ഗതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ സമയം പോകുന്നുണ്ട്, പറയുന്നില്ല. അത് അലമാരയ്ക്കുള്ളിൽ ഗാഠനിദ്രയിൽ ഇരുമ്പലമാരയിൽ പൂട്ടിവെക്കപ്പെട്ടു. 53 നിയമിക്കപ്പെട്ട് 55 റിപ്പോർട്ട് കൊടുത്ത കാക്ക കലേക്കർ കമ്മീഷൻ റിപ്പോർട്ടിന് ഇരുന്ന് അലമാരി തുറന്ന് അതിനെ എടുത്ത് മാറ്റി വെക്കുന്നത് 1978 അവസാനം നിയമിക്കപ്പെട്ട മണ്ഡൽ കമ്മീഷൻ, ബിന്ദേശ്വരി പ്രസാദ് മണ്ഡൽ എന്ന വ്യക്തി ചെയർമാനായി രണ്ടാമത് നിയമിക്കപ്പെട്ട കമ്മീഷന്റെ റിപ്പോർട്ട് 1980 ഡിസംബർ 31 ലഭ്യമായി. അത് അലമാരിയിലേക്ക് വെച്ചപ്പം കാക്ക കലേക്കറുടെ കമ്മീഷൻ റിപ്പോർട്ടിന് 25 വയസ്സ് പ്രായം. BP മണ്ഡലിന്റെ റിപ്പോർട്ട് 80 അലമാരയ്ക്ക് മുകളിലേക്ക് വെച്ചു. അവിടെ ഇരുന്നു ഉറങ്ങി.
1990 വരെ 10 വർഷക്കാലം, 25 10 35 വർഷക്കാലം. 90-ൽ മൊറാർജി ദേശായി അധികാരത്തിൽ വന്നു, അല്ല വി പി സിംഗ് അധികാരത്തിൽ വന്നു. അതിന് മുമ്പത്തെ കഥ ഞാൻ പറയുന്നില്ല. നമ്മുടെ മൊറാർജി ദേശായിയുടെ ഭരണകാലം വന്നു. നിങ്ങൾ ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. ഈ വെയിലത്ത് അത് പറഞ്ഞില്ല എന്റെ സമയവും നിങ്ങളുടെ ഭക്ഷണവും നടക്കില്ല. 90-ൽ വി പി സിംഗ് ഇത് നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോൾ രാജ്യത്ത് കലാപം ബോധപൂർവം വളർത്തിയെടുത്തു. രാജീവ് ഗോസ്വാമി എന്ന് പറയുന്ന ഒരു OBC വിദ്യാർത്ഥി ആത്മഹൂതി ചെയ്തു എന്ന വാർത്ത വന്നു. അവൻ ആത്മഹൂതി ചെയ്തതായിരുന്നില്ല. കൗശലപൂർവ്വം മറ്റു വിദ്യാർത്ഥികൾ അവനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട്, എടാ മണ്ണെണ്ണയൊന്നും ഒഴിക്കത്തേ ഉള്ളൂ, തീ കത്തിക്കത്തില്ല എന്ന് പറഞ്ഞ് കൂടെ നിർത്തിയതാണ്. ഒടുവിൽ അവനെ യഥാർത്ഥത്തിൽ തീ കൊളുത്തി കൊല്ലുകയാണ് ചെയ്തതെന്ന് പിന്നീട് വാർത്തകൾ വന്നിട്ടുണ്ട്, തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് 90-ൽ അവിടെ ഇരുന്നു 25 വർഷക്കാലം. പിന്നെ സുപ്രീം കോടതിയിൽ കേസായി. കേസിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. മണ്ഡൽ കേസിന്റെ വിധി വരുന്നത് 16/11/92. ആ വിധി വരുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. 16/11/92 വിധിയെ തുടർന്നാണ് ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഉദ്യോഗ മേഖലയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സംവരണം എന്ന അവകാശം ആദ്യമായി ഉത്തരവാകുന്നത്. പക്ഷെ ആ സുപ്രീം കോടതി വിധിയുടെ 16/11/92 വിധിയിൽ OBC വിഭാഗങ്ങളിലുള്ള ആളുകളിലെ ക്രീമി ലെയറിനെ ഒഴിവാക്കണമെന്ന് പറയുന്ന ഒരു കുതന്ത്രം പ്രയോഗിച്ചു. ഈ ക്രീമി ലെയർ എന്ന് പറയുന്ന കുതന്ത്രത്തിന്റെ പ്രത്യേകത, ഉന്നത വിദ്യാഭ്യാസവും സാങ്കേതിക വിദ്യാഭ്യാസവും പ്രൊഫഷണൽ വിദ്യാഭ്യാസവും ഉയർന്ന തസ്തികകൾക്ക് ആവശ്യമായ യോഗ്യതയും നേടണമെന്നുണ്ടെങ്കിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, പ്രൊഫഷണൽ വിദ്യാഭ്യാസം ഉദ്യോഗാർത്ഥികൾ നേടണം. ആ യോഗ്യത നേടണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് അതിനുള്ള സാമ്പത്തിക സാമൂഹിക സാഹചര്യവും ശേഷിയും ഉണ്ടാവണം. അത്തരം സാമൂഹിക സാമ്പത്തിക ശേഷിയുള്ള ആളുകളുടെ മക്കൾ ഈ വിദ്യാഭ്യാസം തേടി യോഗ്യരായി വന്നാൽ അവർ ക്രീമി ലെയർ ആണെന്ന് പറഞ്ഞ് അവർക്ക് ആ തൊഴിൽ കൊടുക്കാതിരിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയ ഒരു കൗശലമാണ് ക്രീമി ലെയർ സിദ്ധാന്തം. അർഹതയുള്ള ആളുകൾക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുവാനും, യോഗ്യതയുള്ള ആളുകൾ വന്നാൽ അവർക്ക് അർഹതയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് ഈ ഉദ്യോഗവും പദവിയും കൊടുക്കാതിരിക്കാനുള്ള കുരങ്ങൻ പങ്ക അപ്പം പങ്കിട്ടതുപോലെ കൂടിയ തട്ടത്തിലെ അപ്പം എടുത്ത് കടിച്ചിട്ട് അവസാനം അപ്പം തീരുന്ന ആ കൗശലം തന്നെയാണ് രാജ്യം ഭരിച്ച കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJPയും ജനതാദളും സകല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നടത്തിയത് എന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അതും അവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഓർമ്മ വേണം. എന്താണ്? കാക്കാ കലേക്കർ സമർപ്പിച്ച 25 വർഷം, മണ്ഡൽ കമ്മീഷന്റെ 10 വർഷം 35, 90-ന് ശേഷം വിധി ഉണ്ടാവുന്ന 92-ഉം ക്രീമി ലെയർ തീരുമാനമുണ്ടാവുന്ന 8/9/93, 25-ഉം 10-ഉം 35-ഉം 3-ഉം 38 വർഷം, 38 വർഷക്കാലം എടുത്തു ഇന്ത്യൻ ഭരണഘടന വ്യവസ്ഥ ചെയ്ത സംവരണത്തിലൂടെയുള്ള പ്രാതിനിധ്യം നടപ്പാക്കുന്നതിന് വേണ്ടി. സ്വാതന്ത്ര്യം നേടി 47 വർഷം, 47 സ്വാതന്ത്ര്യം നേടി, 50-ൽ ഭരണഘടന വന്നു, 43 വർഷം ഭരണഘടനയ്ക്ക് ശേഷവും 47 വർഷം സ്വാതന്ത്ര്യത്തിന് ശേഷവും. അത് നടപ്പാക്കാൻ വേണ്ടി എടുത്തത് 38 വർഷം. അത് മാത്രം മനസ്സിലിരിക്കട്ടെ. മതിയായിടത്തോളം പ്രാതിനിധ്യമില്ലാത്ത ജനതയ്ക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഈ വ്യവസ്ഥയെ 16/11/92 വിധിയിൽ പറഞ്ഞ ഒരു കാര്യം ഓർമ്മയുണ്ടാവണം. ഇപ്പോൾ ഇവിടെ പരാമർശിക്കപ്പെടുന്ന സാമ്പത്തിക സംവരണം പോലുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ അതിനിടയ്ക്ക് വിട്ടുപോയ ഒരു കാര്യമുണ്ട്. സംവരണത്തെക്കുറിച്ചും കമ്മീഷനെ കുറിച്ചും ഒക്കെ ആരൊക്കെയാ സമുദായങ്ങളാണ്, അതിപ്പോൾ തൽക്കാലം ഓർമ്മിക്കണ്ട. നിങ്ങളുടെ മനസ്സിൽ സമുദായം തന്നെ ഇരുന്നോട്ടെ. കാരണം സാമൂഹ്യമായി, വിദ്യാഭ്യാസപരമായി, സാമ്പത്തികമായി, രാഷ്ട്രീയമായി പ്രാതിനിധ്യമില്ലാത്ത ആർക്കും ഈ SC/BC OBC പട്ടിക വരാം. മണിപ്പൂരി ബ്രാഹ്മണർ OBC പട്ടികയിലുണ്ട്, നായന്മാർ ഈ പട്ടികയിലുണ്ട്, ഗൗഡസാരസ്വത ബ്രാഹ്മണർ ഈ പട്ടികയിലുണ്ട്, ഫിസിക്കലി ഓർഫൻസ് അനാഥർ ഈ പട്ടികയിലുണ്ട്. സുപ്രീം കോടതി പറഞ്ഞു. ട്രാൻസ്ജെൻഡേഴ്സ് ഈ പട്ടികയിലുണ്ട്, സുപ്രീം കോടതി പറഞ്ഞു. അപ്പൊ ഇത് ഒരു സാമുദായിക പട്ടികയല്ല. യഥാർത്ഥത്തിൽ ഇതാണ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന സംവരണം നാം ഇതുവരെ അനുഭവിച്ചു വന്നത്.
ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന എക്കണോമിക്കലി വീക്കർ സെക്ഷനിലേക്കാണ് ഞാൻ വരുന്നത്. എക്കണോമിക്കലി വീക്കർ സെക്ഷന് വേണ്ടി സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന സംവരണം ഭരണഘടനാ വിരുദ്ധമാണെന്ന് 16/11/92 ഇന്ത്യൻ ഉന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ 9 അംഗ ഭരണഘടനാ ബെഞ്ച് അസന്നിഗ്ധമായി പറഞ്ഞു. സാമ്പത്തിക അടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തുന്ന ഈ സംവരണം ഭരണഘടനാ വിരുദ്ധമാണ്, അതുകൊണ്ട് അത് റദ്ദാക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു ഏർപ്പെടുത്തിയ 10% സംവരണം സുപ്രീം കോടതി റദ്ദാക്കി. ആ റദ്ദാക്കിയ നിയമം നിലനിൽക്കുന്ന നിയമമായി തുടരുന്ന ഘട്ടത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം നൽകുന്ന കേരളത്തിൽ 2017 നവംബർ മാസം 15 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തുന്നു. പാവപ്പെട്ടവരുടെ മറപിടിച്ച് ഭരണഘടനാ വിരുദ്ധമായ ഒരു നടപടി 2017 നവംബർ 15 ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് നടപ്പാക്കി. ചോദ്യം ചെയ്യുവാൻ കഴിയാതെ പോയ ദൗർബല്യം ഈ സമുദായങ്ങൾക്കുണ്ടായി, അഥവാ ചോദ്യം ചെയ്യുന്നവന്റെയൊക്കെ വായടപ്പിക്കുന്ന കൗശലം ഭരണകൂടങ്ങൾ സ്വീകരിച്ചു. മതിയായിടത്തോളം പ്രാതിനിധ്യമില്ലാത്ത ആളുകൾക്ക് കൊടുക്കാനുള്ള അവസരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ 96% സവർണ വിഭാഗങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുമ്പോൾ സാമൂഹ്യ നീതിയും ഭരണഘടനാപരമായ പ്രാതിനിധ്യവും ഉറപ്പാക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നതിന് പകരം 96% ഉണ്ടായിരുന്നവർക്ക് ഒരു 10% കൂടി കൊടുത്തു. മൃഷ്ടാന്നം ഭക്ഷണം കഴിച്ച് ഏമ്പക്ക വിട്ടിരുന്നിട്ട് അവസാനം മേശയിലിരുന്ന പാളയംകോടൻ പഴം പലതുണ്ടാക്കി കഴിച്ചിരുന്ന് മേലോട്ട് നോക്കിയിരുന്നവന്റെ അണ്ണാക്കിലേക്ക് വീണ്ടും ഒരു പൂവമ്പഴം കൂടെ തള്ളിക്കൊടുക്കുന്ന കൗശലത്തോടെയാണ് ആ സർക്കാർ അത് ചെയ്തത് എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നാം ചോദ്യം ചെയ്തില്ല. 2019 ജനുവരി മാസം 9 കേന്ദ്ര ക്യാബിനറ്റ് ഒരു 124 ഭേദഗതി ബില്ലിലൂടെ ഒരു ബില്ല് കൊണ്ടുവന്നു. ആ ബില്ല് 2019 ജനുവരി മാസം 8 ലോകസഭയിൽ അവതരിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും BJP-കാരനും BSP-കാരനും അടക്കം സകലമാന കക്ഷികളും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു പാസാക്കി. കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗിന്റെ ET മുഹമ്മദ് ബഷീറും PK കുഞ്ഞാലിക്കുട്ടിയും എതിരഭിപ്രായം പറഞ്ഞു. ഹൈദരാബാദിൽ നിന്നുള്ള OWൈസിയും എതിരഭിപ്രായം പറഞ്ഞു. ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാവരും അതിനനുകൂലമായി വോട്ട് ചെയ്തു. ആ ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യണമെന്നും അതിനെന്ത് പോരായ്മകളുണ്ടെന്നും എന്തെല്ലാം വരുംവരായികളുണ്ടെന്നും ഇതിന്റെ ഭാവി എന്താകുമെന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് പറയുവാൻ ഈ ഒരു പാർട്ടി നേതാവിന്റെയും പ്രതിനിധിക്ക് കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. എങ്ങനെ ചോദ്യം ചെയ്യാനാവും സഭയിൽ? നാം നെഞ്ചൂറ്റി രക്തം നൽകി വളർത്തിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അതിന് കഴിഞ്ഞില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധികൾക്ക് അതിന് രാജ്യസഭയിലും ലോകസഭയിലും കഴിഞ്ഞില്ല. ഞാൻ വിലയിരുത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടാനുള്ള നട്ടല്ല അവർക്കില്ല. കാരണം 2017 നവംബർ മാസം 15 ദേവസ്വം ബോർഡിൽ സംവരണം ഏർപ്പെടുത്തിയപ്പോ മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ പോലും ഇല്ലാതെ മന്ത്രിസഭ നയിക്കുന്ന പാർട്ടികളുടെ മുന്നണിയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയായ CPI-യുടെ 4 മന്ത്രിമാരുടെ അസാന്നിധ്യത്തിൽ ഒരു ചർച്ചയുമില്ലാതെ ഒരു നിയമം പാസാക്കിയാൽ അതിന് നേതൃത്വം നൽകുന്ന പാർട്ടിക്കാരൻ എങ്ങനെ പാർലമെന്റിൽ പറയാനാകും? ചതിക്കുകയും വഞ്ചിക്കുകയും കബളിപ്പിക്കുകയും കൗശലപൂർവ്വം അധികാരം കുടുംബസ്വത്താക്കി മാറ്റുകയും ചെയ്യുന്ന രീതിയാണ് ഇവർ സ്വീകരിച്ചു വരുന്നത് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. എന്റെ പഠനവും ഗവേഷണവും എത്തിച്ചത് എന്തുകൊണ്ടാണ് ഈ പാർട്ടികൾ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ, ഈ പാർട്ടികളെയെല്ലാം നിയന്ത്രിക്കുന്നത് അധികാരം കുത്തകയാക്കി വെച്ച ഓളിഗാർക്കി എന്നാണ് ആ പദത്തിന്റെ പേര്. ഇതെന്റെ പദമല്ല, മഹാനായ ഡോക്ടർ അംബേദ്കർ പറഞ്ഞതാണ്. മോണാർക്കിയെ കുറിച്ച് നമുക്കറിയാം, ഏകാധിപത്യം. ഓളിഗാർക്കികൾ എന്നാൽ ഒരു ചെറിയ ന്യൂനപക്ഷം. ഇപ്പൊ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നോക്കിയാൽ നമ്മുടെ രാഷ്ട്രം ഭരിക്കപ്പെടുന്നത് 4 വിഭാഗങ്ങളാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ജാതിയാണ്, വർഗീയതയാണ്, മതവിദ്വേഷത്തിനാണ്, സമുദായ സൗഹാർദ്ദം തകർക്കാനാണെന്നൊന്നും ആരും പറയരുത്. ഉള്ള വസ്തുത എന്താണെന്ന് തിരിച്ചറിയാൻ മാത്രമേ രോഗം. അത് പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാനത് പറയാം. കൂടത്തായി ഒരു കൊലക്കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൂടത്തായിൽ ഒരു സ്ത്രീ ആ കുടുംബത്തിലെ തറവാട്ടിലെ 5 പേർക്കോ മറ്റോ സൈനൈഡ് കൊടുത്ത് കൊലപാതകം നടത്തി. ഓരോ മരണമുണ്ടായപ്പോഴും ആളുകൾക്ക് സംശയമുണ്ടായി.
പക്ഷേ ഇവൾ ഇങ്ങനെ കൊന്നോ, ഇതിനൊരു സംശയമുണ്ട്, ഇവൻ വിഷം ചെന്നാണ് മരിച്ചത് എന്ന് പൊതുസമൂഹം പറഞ്ഞാൽ തന്റെ കുടുംബത്തിന്റെ ആത്മാഭിമാനം നഷ്ടപ്പെടില്ലോ എന്ന് കരുതി മിണ്ടാതിരുന്നു. അഞ്ചാമത്തെ ആളും കൊല ചെയ്യപ്പെട്ടപ്പോഴാണ് തിരുവനന്തപുരം കോഴിക്കോട് NIT-യിൽ അധ്യാപികയായി വേഷം കെട്ടി നടന്ന ആ സ്ത്രീ, അവിടെ അടിച്ചുതൂപ്പിന് പോലും അവർക്ക് ജോലിയില്ല, വെറുതെ പോയതാണ്. അവസാനം ആ സത്യം പറഞ്ഞപ്പോഴാണ് അകത്തായത്. ഇവിടെ നമ്മൾ ഈ സത്യം പറയാതെ പോയത് കൊണ്ടാണ് ഈ കുഴപ്പം. അതുകൊണ്ടാണ് ഞാൻ ഈ സത്യം പറയുന്നത്. രാഷ്ട്രം ഭരിക്കുന്നത് B2K2, ബ്രാഹ്മണാസ് ആൻഡ് ബനിയാസ്, ക്ഷത്രിയാസ് ആൻഡ് കായസ്ഥാസ് ഇന്ത്യ ഭരിക്കുന്നത്. ഈ കേരളം ഭരിക്കുന്ന N2, നായർ ആൻഡ് നസ്രാണി. ഞാൻ ഈ പറയുന്ന യാഥാർത്ഥ്യം ഗവേഷണം നടത്തി നിങ്ങൾ കണ്ടുപിടിക്കണം. ഈ എല്ലാ വിഭാഗങ്ങളിലും പിന്നോക്കം തള്ളപ്പെട്ടവരുണ്ട്. ഇപ്പം ക്രിസ്ത്യാനികളിൽ ലത്തീൻ കത്തോലിക്കർ പിന്നോക്കമാണ്, അവരില്ല അവിടെ. ക്രിസ്ത്യൻ കൺവേർട്സ് പട്ടിക വിഭാഗത്തിൽ അവരില്ല അവിടെ. അപ്പൊ ഈ അധികാരം കൈകേന്ദ്രീകരിക്കുന്ന ഈ പ്രാതിനിധ്യത്തിന്റെ ഒരു കണക്ക് കൂടി നിങ്ങൾ അറിയണം. കേരളത്തിലെ ഈഴവ സമുദായം ഞങ്ങൾ വലിയ പ്രമാണിമാരാണ്. വെള്ളാപ്പള്ളി നടേശൻ തൊട്ട് ഗോകുലം ഗോപാലൻ തുടങ്ങി സൗത്ത് ഇന്ത്യൻ വിനോദ് തൊട്ട് PV സ്വാമി മുതൽ അങ്ങനെ എത്ര പ്രമാണിമാരുള്ള മഹാരാജ ശിവാനന്ദൻ തൊട്ട് നിങ്ങൾക്ക് കളയുന്നവരാണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അതിപ്രഗൽഭന്മാരും പ്രമാണിമാരുമാണെന്ന് നെഞ്ചു നിവർത്തി നടക്കുന്ന ഈഴവന്മാര് ഈ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ഒരൊറ്റ ജഡ്ജി ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നുള്ള തിരിച്ചറിവുണ്ടാവണം. ജസ്റ്റിസ് സുകുമാരനും ഉഷാ സുകുമാരനും ഗോപിനാഥനും അടക്കമുള്ള ഒരുപാട് ജഡ്ജിമാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു ഈഴവനെയും ഈ സുപ്രീം കോടതിയിലെ ജഡ്ജിയായിട്ട് നാളിതുവരെ നിയമിക്കപ്പെട്ടിട്ടില്ല, അവസരം കിട്ടിയിട്ടില്ലെന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ മിടുക്കെന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഈ പ്രമാണിമാരായ ഈഴവ സമുദായത്തിന്റെ ഗതി അതാണെങ്കിൽ വിശ്വകർമ്മയനും പുഴയനും പറയനും അടക്കമുള്ള ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആലോചിക്കണം. 36 ജഡ്ജിമാരുള്ള സുപ്രീം കോടതിയിലെ 72% ബ്രാഹ്മണരാണ്. ഇപ്പോ 2 പട്ടികജാതിക്കാരുണ്ട്. നിയമാനുസൃതം 8 പട്ടികജാതിക്കാർ ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ ഉണ്ടാവേണ്ടതാണ്. CT രവികുമാർ ചെന്നപ്പോൾ 2 ആയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രബല യാദവ സമുദായം സുപ്രീം കോടതിയിൽ ഇല്ല. പ്രാതിനിധ്യം നിങ്ങൾ ആലോചിക്കുക. കേരളത്തിലേക്ക് വരും. എത്ര ചീഫ് സെക്രട്ടറിമാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്? ഒരൊറ്റ ഈഴവനാണ് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ളത്. ഒരൊറ്റ മുസ്ലിം, കേരളത്തിലെ ഒരു മലയാളി മുസ്ലിം കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിട്ടില്ല നാളിതുവരെ. ഒരു അന്യ സംസ്ഥാനക്കാരൻ 3 മാസക്കാലം ചീഫ് സെക്രട്ടറി ആയിരുന്നു. കേരളത്തിന്റെ പോലീസ് മേധാവിയായിട്ട് 2 ഈഴവരാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് IG M ഗോപാലൻ, ഞങ്ങൾക്കിപ്പോൾ നേതൃത്വം നൽകുന്ന, ഞങ്ങളെ നയിക്കുന്ന മഹാനായ ഡോക്ടർ മോഹൻ ഗോപാൽ സാറിന്റെ അച്ഛൻ. കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങൾ നിങ്ങൾ വായിച്ചു കാണും. രണ്ടാമതുണ്ടായത് ഒരു സെൻകുമാർ ഇതിലെ വന്നു എതിലെ പോയി എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചോളുക. എന്താണ് ഈ സമുദായത്തിന്റെ അവസ്ഥ? ഈ സമുദായത്തിന്റെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പാലക്കാടിലുള്ള മറ്റു സമുദായങ്ങളുടെ സ്ഥിതി എന്താണ് നിങ്ങൾ ആലോചിക്കുക. ഇതാരുടെയും കുടുംബ സ്വത്തല്ല ഈ രാജ്യം. ബ്രിട്ടീഷുകാരനെ പറഞ്ഞയച്ചിട്ട് അധികാരം നമ്മുടെ കൈകളിലേക്ക് വന്നത് നമുക്കെല്ലാവർക്കും അർഹമായ ഡ്യൂ ആൻഡ് ആഡിക്വേറ്റ് റെപ്രസെന്റേഷൻ കിട്ടാൻ വേണ്ടിയാണ്. അത് പക്ഷെ നമുക്ക് കിട്ടിയില്ല. 1980 മണ്ഡൽ കമ്മീഷൻ ശുപാർശ പ്രകാരം ഇന്ത്യയിലെ പിന്നോക്ക സമുദായങ്ങളുടെ ജനസംഖ്യാ എണ്ണം 52% പിന്നോക്ക വിഭാഗങ്ങൾ. ഇന്ത്യയിലെ 52% പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഭരണ സ്ഥാപനങ്ങളിൽ ഉണ്ടായിരുന്ന പങ്കാളിത്തം 4.69%. 5% തികച്ചില്ല 52% ഉള്ള ആളുകൾക്ക്. ആ റിപ്പോർട്ട് നടപ്പാക്കുന്ന 93 ശേഷം 27% സംവരണം പിന്നോക്ക വിഭാഗങ്ങൾക്ക് ലഭ്യമായി. 27% സംവരണം 25 വർഷക്കാലം നൽകിയിട്ട് 2019 പാർലമെന്റിലെ പിന്നോക്ക വിഭാഗ ക്ഷേമ സമിതി മുമ്പാകെ നൽകിയ കണക്ക് പ്രകാരം അന്ന് 55% ഇന്ത്യയിലെ ജനസംഖ്യ OBC വിഭാഗത്തിന്റെ. അവരുടെ പ്രാതിനിധ്യം കേവലം 13%. എന്തു പ്രാതിനിധ്യം എന്നാ ഉണ്ടാവുക? ഈ സംവരണം തുടങ്ങിയിട്ട് ഒരുപാട് കാലമായില്ലേ, നിർത്തണ്ടേ ചോദിച്ചു നടക്കുന്ന ഒരുപാട് യോഗ്യന്മാരുണ്ട്. ഇതങ്ങനെ നിർത്താനുള്ളതല്ലെന്ന് നാം തിരിച്ചറിയുക. കാരണം എന്താണ്? പ്രാതിനിധ്യം ബാലൻസ് ചെയ്ത് എല്ലാ കാലത്തും ഉണ്ടാവണം. മതിയായ പ്രാതിനിധ്യം ഉണ്ടാവുമ്പോൾ സംവരണ തോത് കുറയും. പൂർണ്ണമായ സംവരണ തോത് പ്രാതിനിധ്യം തുടരുമ്പോൾ സംവരണം വേണ്ട വീണ്ടും കുറയുന്നു കണ്ടു കഴിഞ്ഞാൽ അന്നേരം കൂട്ടി കൊടുക്കണം.
ഇത് സ്ഥിരമായി തുടരേണ്ട ഒരു മെക്കാനിസമാണ്. അല്ലാതെ നിങ്ങൾ പറയുമ്പോൾ നിർത്താനും നിങ്ങൾ പോകുമ്പോൾ കൊടുക്കാനും നിർത്താനും ഉള്ളതല്ല. ഈ പ്രാതിനിധ്യത്തിന്റെ കണക്ക് കൂടി നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. അല്പം ദീർഘിച്ചു പോയി, 12:50 ഞാൻ നിർത്തുകയാണ്. സാമൂഹ്യ ബോധമുള്ള ജനതയായി മാറുവാനും അവകാശ ബോധമുള്ള ജനതയായി മാറുവാനും നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് ശക്തമാകാൻ കഴിയൂ. ഇത് ആരുടെയും കവർന്നെടുക്കാനും ആരുടെയും പിടിച്ചെടുക്കാനും മറ്റാരുടെയെങ്കിലും ഒരു തലമുടിനാരുടെയെങ്കിലും വാങ്ങാനുമല്ല, മറിച്ച് വൈക്കം സത്യാഗ്രഹം നടത്തിയ സത്യാഗ്രഹ സമരത്തിന്റെ ശതാബ്ദിയാണ്. ഞാൻ പറയുന്നില്ല, കഴുത്തറ്റം വെള്ളത്തിൽ കണ്ണിൽ ചുണ്ണാമ്പെഴുതി നേടിയ സ്വാതന്ത്ര്യമാണ്. അത് വഴി നടക്കാൻ വേണ്ടി മാത്രം നേടിയ സ്വാതന്ത്ര്യമല്ല. ഈ രാജ്യത്തിന്റെ സകല ഭരണാധികാര സ്ഥാനങ്ങളിലേക്കും കൈയടക്കുവാനുള്ള, നേടിയെടുക്കുവാനുള്ള നമ്മുടെ അവസരമായിരുന്നു. ആ അവസരമാണ് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്തരം അവകാശങ്ങളെക്കുറിച്ചുള്ള ബോധ്യമുണ്ടായാൽ ഔദാര്യങ്ങൾക്കായി കൈനീട്ടേണ്ട ഗതി ഉണ്ടാവില്ല. ഈ ഔദാര്യങ്ങൾക്കായി കൈനീട്ടിയാർത്തിയ അവസ്ഥ എന്താണെന്ന് അറിയാമോ? ആരെങ്കിലും വന്ന് നമ്മുടെ കൈ നീട്ടും, വല്ലതും കിട്ടിയാൽ മേടിക്കും, കിട്ടിയില്ല തിരികെ പോകണം. അവകാശബോധമുള്ള ജനതയാണെങ്കിൽ അതിവിടെ വെക്കണം, തരണം എന്ന് പറയാനാവും. അവകാശബോധമുള്ള ജനതയായി മാറിയാൽ ഔദാര്യങ്ങൾക്കായി യാചിക്കേണ്ടി വരില്ല. ഈ അവകാശബോധം ഉണ്ടാവുന്നതിന് വേണ്ടി, യാഥാർത്ഥ്യങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി, ഇതാരുടെയും കവർന്നെടുക്കുവാനോ ഇതാരുടെയെങ്കിലും ഔദാര്യമാണെന്ന് കരുതിയോ ജീവിക്കാനല്ല. ഇത് അർഹതയും യോഗ്യതയും ഇല്ലാത്ത ആളുകൾക്ക് ഇരിക്കുന്നതോ ഔദാര്യമാണെന്ന് കരുതാനല്ല. ഈ ജനതയ്ക്ക് ഇന്നും സ്വാതന്ത്ര്യം ലഭ്യമായിട്ടില്ല എന്നും ജനാധിപത്യം എത്തിയിട്ടില്ല എന്നുമുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായി. ഒരു ജനാധിപത്യം ഭരണഘടനാപരമായി സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയും അവകാശങ്ങൾ നേടിയെടുത്ത് അന്തസ്സോടെ ജീവിക്കാൻ വേണ്ടി സ്വാഭിമാനവും സ്വാതന്ത്ര്യവും സമത്വവും നമ്മുടെ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നതാണ്. ആ സ്വാഭിമാനവും സ്വാതന്ത്ര്യവും സമത്വത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് കരുത്തു പകരുവാൻ, നമുക്ക് സ്വയം കരുത്താർജിക്കുവാൻ ഇത്തരം സമ്മേളനങ്ങളും ഇത്തരം ക്ലാസ്സുകളും പ്രയോജനപ്പെടണം എന്നാഗ്രഹിച്ചുകൊണ്ട്, അങ്ങനെ അപേക്ഷിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ച സംഘാടകരോടും എന്നെ ശ്രവിച്ച നിങ്ങളോടും എനിക്കുള്ള നന്ദി സ്നേഹത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും ഭാഷയിൽ പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ പ്രഭാഷണങ്ങൾ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഉച്ചക്കുള്ള ഊണിന് സമയമാണ്. അത് കഴിഞ്ഞ് പ്രശ്നോത്തരി ഊണ് കഴിച്ച് വന്ന